ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു എക്സ്പെരിമെൻ്റ് തുടങ്ങിയാണെന്ന് എഗ്ഗ് ഒരു മുടുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് കാര്യം പറഞ്ഞുതരാം. ഞാൻ കണ്ണാടില്ലേ, എന്തെങ്കിലും മനസ്സിലായോ? നല്ല പുരിഞ്ഞ വെയിലാണ്, വാർപ്പിൻ ടെറസിൻ്റെ വെയിലിരിക്കണ്. നല്ല പുരിഞ്ഞ വെയിലാണ്. അപ്പോൾ ഈ വെയിലത്ത് ഞാൻ നേരെ വീട്ടിലേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ കണ്ണു മങ്ങും. എല്ലാവർക്കും ഉള്ളതായിരിക്കും, വെയിലത്ത് നിന്ന് വേഗം വെയിലില്ലാത്ത കാലത്ത് കിടക്കുമ്പോൾ കണ്ണു മങ്ങും. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ സൺഗ്ലാസ് ഇട്ടിട്ടുണ്ട്. പെർഫെക്റ്റ് ലുക്കില്ലേ? പിന്നെ നമ്മൾ എക്സ്പെരിമെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് വെയിലത്ത് നിന്നിട്ട് നമ്മളൊരു മുടുക ബുൾസ് അടിക്കാൻ പോവാണ്. അതുപോലെ തന്നെ ഒരു ചായ ഉണ്ടാക്കാൻ പോവാണ്. പിന്നെ ഇതെങ്ങനെ സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറയാലോ, അത് ഒറിജിനൽ വിശ്വസിക്കുക. എന്നെ ഒരിക്കലും ഫേക്ക് ഈ വീട്ടിൽ കാണിക്കുന്നില്ല. പിന്നെ ഇപ്പോൾ നമ്മള് ഇന്നലെ തൃശ്ശൂര് നടന്നൊരു സംഭവമായിട്ടില്ല, വെടിക്കെട്ടിന്റെ മരുന്ന്. എന്തായാലും നമ്മുടെ വെയിലിന്റെ ഒരു ഇതേ, നല്ല സൂര്യയുടെ പവർ. ഞാൻ പറഞ്ഞു പാലക്കാട് ജില്ലയിലാണ്, ആയിക്കൊണ്ട് പാലക്കാടിലാണല്ലോ കൂടുതലും വെയിലുണ്ടെന്ന് പറയുന്നത്. അപ്പം നമ്മൾ നല്ലൊരു ഫ്രൈ പാനും എഗ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് റോസ്റ്റ് ചെയ്യല്ലേ? ഇതായോ? അതേപോലെ സത്യം പറയാലോ, ഈ പൊരും വെയിലത്തൊന്നും ആരും പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ എന്നെ കാലൊക്കെ പൊള്ളും കിട്ടാ. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. സൂര്യനെ കണ്ടോ? എന്തൊരിതാ നമുക്ക് ഫസ്റ്റ് വേഗം നമുക്ക് സാധനങ്ങൾ റെഡിയാക്കാൻ നോക്കാട്ടാ. കാലൊക്കെ പൊള്ളി ഇങ്ങനെ. അപ്പോൾ നമ്മളിതാ ചട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ചൂടായി തുടങ്ങി. നമ്മളിതാ ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. വെള്ളം കരിക്കട്ടെ. നമുക്കിനി ഇവിടുന്ന് ഞങ്ങൾക്ക് സ്കൂട്ടാവാം. ഇതാ ചട്ടി ഒന്ന് നമുക്കൊന്ന് ഹീറ്റായി വരണം. എന്നിട്ട് നമുക്ക് ഓയിലൊക്കെ ഒഴിച്ച് സെറ്റ് ആക്കാട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായപ്പൊടി നമുക്ക് ഇനി ഹീറ്റ് ആയതിന് ശേഷം ചായപ്പൊടി ഇടാം. കാല് എന്നിട്ട് തുള്ളി കളിക്കടി സംഭവിച്ചേ. കാല് നല്ല പൊള്ളി. ഇപ്പം ഞാൻ അകത്ത് കയറി കേട്ടോ, അകത്ത് കയറണം. അതാണ് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത. കാലൊക്കെ പൊള്ളി ഇതാവുന്നു. ഞാൻ ചെരുപ്പിടാൻ മറക്കും ചെയ്ത്. എന്തോ കണ്ണുക്ക് കുത്തുക. അത് ഞാൻ ബ്ലാക്ക് ആയിട്ടുള്ള ഗ്ലാസ് തന്നെ ഇട്ടു കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ആരും വെയിലത്ത് പുറത്തു പോകാതിരിക്കുക. കാര്യം പറയാലോ, ഇത് എന്തായാലും നല്ല പ്രശ്നം കേട്ടോ. കാച്ചെങ്കിൽ 2 ദിവസം മുന്നേ തലവേദന ഉണ്ടായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വെയിൽ ഒന്ന് ഇവിടെ തൃത്താല വരെ പോയിരുന്നു. ഉച്ച രാവിലെ പോയതാ. അപ്പോൾ വെയിലും കൊണ്ട് പോയിലേക്ക് തലവേദന വന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് മാറിയത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്തിറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ സമയം പറയാൻ നോക്കാം കേട്ടോ. സമയം 11:30-11:45. 11 മണിക്ക് ശേഷം 10 മണിക്ക് ശേഷം പുറത്തു പോകാൻ പാടില്ല പറഞ്ഞിരിക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ നോക്കിയിട്ട് നമ്മുടെ ചട്ടിയും പാത്രം വെച്ചിട്ടുണ്ട്. ചട്ടി ഇപ്പോൾ തന്നെ ചൂടായിക്കണം ഏകദേശം. എന്ന് ഇച്ചിരി റെഡിയായി വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ആര് വെയിലത്ത് വെച്ചുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല കേട്ടോ. വെച്ചിട്ടുണ്ടെങ്കിൽ സൺപ്രകാശത്തിൽ എന്തോ സാറ്റലൈറ്റ് നമുക്കറിയില്ല, പക്ഷെ എന്തായാലും പോലെ ഇപ്പോൾ കഴിക്കാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റ് ഫണ്ണായിട്ടാണ് നമുക്ക് കാണിച്ചു തരാനുള്ളൂ. എന്തായാലും തിളച്ച് വരട്ടെ. അപ്പോൾ കഴിച്ച് അങ്ങനെ നമ്മളെ ചട്ടിയും വെള്ളം അതുപോലെ തന്നെ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീരെ വയ്യ, നമുക്ക് വേഗം എന്നാൽ ഒക്കെ വേഗം സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് എന്നാൽ ഐറ്റംസ് ഓരോന്നായിട്ട് ഇട്ട് തുടങ്ങാം. നമുക്ക് ഫസ്റ്റിന് എണ്ണ നമുക്കൊന്ന് ബുൾസൈക്കുള്ള എണ്ണ ഒന്ന് ഇതാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ വല്ലാണ്ട് എണ്ണ ഒന്നും യൂസ് ചെയ്യണില്ല. ജസ്റ്റ് എന്നാൽ ഹീറ്റ് ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു എണ്ണ. ഓക്കെ, നമ്മൾ എണ്ണ റെഡി ആക്കിയിട്ടുണ്ട്. എണ്ണ മാറ്റി വെക്കഞ്ഞി നമുക്കവിടെ മുടുക. നല്ല ഗിഡുഗിഡോന്നിരിക്കണം മുടുക. ഉപ്പ് നിന്നില്ല. എന്തായാലും നമ്മൾ കഴിക്കാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ വെറുതെ ഫുഡ് വേസ്റ്റ് ചെയ്യേണ്ട വെച്ചിട്ടാണ് ലേശം ചായപ്പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് കളർ ഉണ്ടായിക്കോട്ടെ. ഓക്കെ, എന്നാ ഞാൻ എന്നാലേ ഗൈസ് റണ്ണാക്കട്ടെ. ഇനി പടന്ന സെറ്റ് ആവില്ല. നമ്മൾ ഐറ്റംസ് ഒക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കഴിക്കണില്ല, അതുകൊണ്ട് നമ്മൾ ഉപ്പും കാര്യമൊന്നും ഇടുന്നില്ല. ബാക്കിയൊക്കെ റെഡിയാണ്. അപ്പോൾ നമുക്ക് പോവാം. A few moments later. ഗൈസ് ഇപ്പോൾ ചെറിയൊരു വെയിലിന് കുറവുണ്ട്. അപ്പോൾ നമ്മൾ വേഗം വന്നിക്കാണ്. അപ്പോൾ ഗൈസ് കാട്ടുകാരെ ഇതാ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഐറ്റം ചായ ഫുള്ള് റെഡിയാണ്. ബുൾസ് കണ്ട ചുരുങ്ങിയിട്ട് ആകെ തയ്ക്കുന്നു, ഒരു കൈ വയ്ക്കുന്നത്. എനിക്ക് വേഗം ഓയിൽ ഇതുകൊണ്ട് ഒന്ന് മാറ്റി കെട്ടിട്ടൊക്കെ നമ്മുടെ ചായടി അതുപോലെ തന്നെ നമ്മുടെ മുടുകടി അവസ്ഥ പറയുകയാണെങ്കിൽ ഏകദേശം എന്തൊക്കെയാ ഇതൊരു ഇമാതിരി പോലെ ഇരിക്കുന്നത്. ജസ്റ്റ് ചട്ടി ചൂടുണ്ട്. ചട്ടി ചൂടുണ്ടാവുന്ന ചായ ഉണ്ടോ നല്ല
നല്ല അടിപൊളി ഇടുന്നുണ്ട്. എന്തായാലും നമ്മുടെ എക്സ്പെരിമെൻറ്റ് 100 സക്സസ്ഫുള്ളിയാണ്. നമ്മൾ സാധാ പൊരിക്കണ പോലെ ഇത് റെഡി ആക്കുന്നത്, വല്ലാണ്ട് ഇതായിട്ടില്ല. പക്ഷേ ഏകദേശം റെഡി ആയിരിക്കും. കുറച്ചേരം കൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പരുവത്തിൽ കിട്ടിയതുണ്ട് നമുക്ക്. ഇപ്പം ഏകദേശം കുഴപ്പമില്ലാണ്ട് കിട്ടിയാണ്. ഞാൻ മുടുക് കിട്ടി, ഉണ്ണിയും ചുള്ളിന്ന് കിട്ടി, കുഴപ്പമില്ലാണ്ട് കിട്ടി. നമ്മൾ വേഗം കളയണം, ഇത് കഴിക്കാൻ പാടില്ല. അങ്ങനെ മെയിനായിട്ടുള്ളത്. ചായ പിന്നെ ഓക്കെയാണ്, ചായപ്പൊടി കൂടി കിട്ടിയത് കളറെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ സംഭവം ഓക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് 100% സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനർത്ഥം എന്താ, ഇതിലേക്ക് ഇറങ്ങി നടക്കാതെ മെയിനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് 11 മണിക്ക് ശേഷം ഇറങ്ങാതെ ഇരിക്കുക. ഓക്കെ. അപ്പോൾ പിന്നെ ഇറങ്ങേണ്ടത് തന്നെ ബ്ലാക്ക് വസ്ത്രം, അഥവാ കറുത്ത ഡ്രസ്സൊന്നും ഇടാണ്ടിരിക്കുക. കറുപ്പ് നമ്മളെ വെയിലിനെ ആകർഷിപ്പിക്കും എന്നാണ് പറയാറുള്ളത്. അതുകൊണ്ട് കറുപ്പ് ഇടാതിരിക്കുക. പിന്നെ വേറെ വെള്ള ഡ്രസ്സിലാണെങ്കിൽ അത്രയ്ക്ക് വെയിലുണ്ടാവില്ലെന്ന് എൻ്റെ ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളക്കില്ലേക്ക് വെള്ളം കണ്ടു മാത്രമല്ല, ഇവിടെ ഞാൻ ഈ മഞ്ഞമ്മ കയറിയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ബുൾസൈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.